എന്തും ആയിക്കോട്ടെ. അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ഉണ്ട്. ഊരിട്ടടി അവിടെ, ഊരിട്ടടി അവിടെ. മണ്ണാവുമെങ്കിൽ ഇവിടെ ഒന്ന് കൈയിട്ട് പോയാൽ മതി. അത് ഞാനിട്ടിട്ട് അവിടെ കൊണ്ടിട്ടാണോ ചെരുപ്പ്? അതാരാ അവിടെ കൊണ്ടിട്ടേ? ആ നീയാണല്ലോ. ആ നീ അല്ല. ആ അല്ലല്ല. പിന്നെ എത്ര ദിവസമായിരുന്നറിയാം അവിടെ കിടക്കാൻ വേണ്ടത്? നിന്റെ ചെരുപ്പ് കഴുകി സൂക്ഷിച്ചു വെക്കേണ്ടത് നീയാ, അല്ല ഞങ്ങളാ. രാവിലത്തെ അലമ്പ. നാരായണി നേരത്തെ 8 മണി സ്പെഷ്യൽ ക്ലാസ്. ഇന്നലെ ഇവരെ താഴോട്ട് ഇറങ്ങി പോകാനായിട്ട് എടുത്താ. അപ്പൊ ഇത് പിടിക്കുന്ന അത് കണ്ടോ, ഒരു വശം തല്ലിത് പോലെ ഇരിക്കുന്ന. തല്ലിതല്ല, അതങ്ങനെയാ. ഞങ്ങളാരും മേടിച്ചല്ലോ. ഭയങ്കര കളറൊന്നും പോയിട്ടില്ല. അതിന്റെ ഈ കളറല്ല നീ മേടിച്ച. നീ പിന്നെ കഴുകാതിട്ടാ അപ്പൊ കളറായതാ. മേടിച്ച പിന്നെ കഴുകിയിട്ടുണ്ടോ? വിട്ടു പോകാൻ നോക്ക്. നോക്കാവോ? കൊടുക്കാം. മാനയാണോ? നീ ഇപ്പം വിളിക്കാന്ന് വെച്ചിട്ട് ഇപ്പോഴാണല്ലോ കാണുന്നത്. ഞാൻ ആരെ നോക്കിട്ട് ബാംഗ്ലൂർ പോയി. ഞാന് തിങ്കളാഴ്ച വന്നതാ. ഞാൻ പെട്ടെന്ന് അപ്പാമത്തേക്കല്ലേ ഉണ്ടാകുള്ളൂ. അമ്മച്ചേച്ചി ബാംഗ്ലൂർ പോയി. അല്ല ഞാനൊന്നും വാങ്ങിച്ചില്ല. മഴ ഞാൻ തിങ്കളാഴ്ച മൂന്നാർ പോയി.
അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ തപ്പില്ലേ, ചേട്ടന്റെ പേര് പറഞ്ഞില്ലേ ചാടിക്ക് വടഞ്ഞ് അമ്പലത്തേക്ക് പോയി അമ്പലത്തിലൊക്കെ പോയോ? ഉടുപ്പതാത്തിട്ടേ ഇല്ല, ഞാനും അമ്മയും മാത്രം. അമ്മയോ കഴുതമ്മ. ഫാമിലി പോയിട്ടാണോ ഞാനും തിങ്കളാഴ്ച വന്ന് അമ്മയും തിങ്കളാഴ്ച വന്നു. ഒന്നും ഇല്ലേ? കപ്പയും ബീഫും ചക്കയും ഒന്നും ഇല്ലേ? കണക്കായി ഇത് പോകണ്ട വഴിക്ക് അപ്പം മീൻ ചക്കയൊക്കെ ഇന്ന് ശാസ്ത്ര വരും. നീ നിനക്കെന്നെ പോകണം രണ്ടാഴ്ച നിൽക്കാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നേടി. ശാന്തമ്മ തുണി കാത്തിട്ടടി ശാന്തമ്മ ബാംഗ്ലൂർ. ബാംഗ്ലൂര് ശാന്തമ്മ ബാംഗ്ലൂര് പാഞ്ഞിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും പിന്നെ എന്നെ വിളിച്ചു കഴിഞ്ഞ് വരുന്നോണ്ടും പോകുന്നോണ്ടും എല്ലാം നയനമ്മയുടെ കാര്യം ഞാൻ നയനം വിളിച്ചു പിന്നെ ജയചാച്ചി വിളിച്ചു നയനമ്മ വിളിച്ചെന്ന് പറഞ്ഞോണ്ട് ജയചാച്ചി വിളിക്കുന്നവരൊക്കെ ഞാനും വിളിച്ചു ഞാൻ വണ്ടി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ ഉമ്മച്ചന്റെ ഉമ്മച്ചന്റെ വണ്ടിയും കൊണ്ടാണ് ഉമ്മച്ചനെ പണിയുണ്ട്. എടുക്കുന്നില്ലായിരുന്നല്ലോ. ഇല്ലില്ല, ഞാനിപ്പോ വേണ്ട കുറച്ച് അതാ ഞാൻ പെട്ടെന്ന് ഒന്നും മേടിക്കാൻ പറ്റില്ല. ഞാൻ മേടിക്കണോന്ന് കറക്റ്റല്ലേ? പിന്നെ കളറും ഇല്ല. പിന്നെ ടെറസിലാണ് വേസ്റ്റ് ഒക്കെ കത്തിക്കുന്നത്. അപ്പൊ അത് കത്തിക്കാനൊക്കെ പോകുമ്പോൾ നല്ല വെയിലാണ്. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി മംഗലുണ്ട്. എന്റെ പ്രാവശ്യം വിളിച്ചു അല്ല അപ്പം വിളിച്ചു പറഞ്ഞു എല്ലാം പറഞ്ഞേ നിങ്ങൾ എല്ലാം കൂടെ വാങ്ങുമ്പോൾ ഒരു കൂടെ കൂടാണ് അപ്പൊ ഇവിടെ അപ്പൊ എന്തോ ഇവരങ്ങോട്ട് എല്ലാവരും പോകുമ്പോൾ ചെയ്തൊക്കെ എന്റെ പൊന്നമ്മച്ചി 1.5 മാസമായിട്ട് വീട്ടിൽ താമസമില്ലാത്ത പോലെ എന്തൊരു ഇതുവരെ പണി തീർന്നിട്ടില്ല. ഞാൻ പറയാം ഞങ്ങള് വീട് പണിതപ്പോ ഞങ്ങൾക്ക് ഇത്രയും പണി ഉണ്ടായിരുന്നില്ല. എല്ലാം ഒതുക്കി തൂത്തും തൈനാന്ന് പറഞ്ഞാൽ തൂത്ത് തന്നെ നിൽക്കണം. പൊടിയും ചെയ്യാൻ ആര് പണി നടക്കണം.
അമ്മയെ അപ്പച്ചത്തിന്റെ അമ്മ 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 അയ്യോ ചാറാണി വന്നില്ല ആ സമയത്ത് കൊച്ച കാര്യത്തില്ല കൊച്ച വന്നില്ല കൊച്ച ഞാൻ വഴി കൊടുത്തൊന്നും വന്നല്ലോ. എന്താ അവസ്ഥയാ? ഭയങ്കര കാറ്റ്, മഴയോ. ഇവിടം വരെ നനഞ്ഞ്. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ കാറ്റ് വരുന്നത് വളരെ കുറവാണ്. ഈ പെയ്തുകൊണ്ട് മഴയും കാറ്റും ഒരുമിച്ച്. ഇതുപോലെ കാറ്റും മഴ വന്നാൽ ഏറുമാടത്തിൽ ചിലപ്പം വെള്ളം കയറും. നല്ല മഴയും നല്ല കാറ്റും കൂടെ ആയിരുന്നുകൊണ്ട് മിക്കവാറും സാധ്യതയുണ്ട് നല്ലപോലെ വെള്ളം കയറാൻ. വലിയ കുഴപ്പമില്ല, ചെറിയ ചാറ്റൽ കയറിയിട്ടേ ഉള്ളൂ. നേരത്തെ കൊടുത്താൽ ഈ മരങ്ങളൊക്കെ പോയതുകൊണ്ട് ശരിക്കും കയറുമായിരിക്കുന്നു വിചാരിക്കും. പെട്ടെന്ന് തന്നെ മഴ മാറി. ആ മഴ പെയ്തുകൊണ്ടിരുന്ന നല്ലപോലെ വെള്ളമായേനെ കാറ്റിലൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ പെയ്തെന്നറിയത്തില്ലല്ലോ, ഇവിടെ മാത്രം പെയ്തിട്ട് കാര്യമൊന്നും, എല്ലായിടത്തും പെയ്തിട്ടുണ്ട്. നല്ല ശക്തിയായിരുന്നു കുറച്ചു നേരം. ഓ എന്നായിരിക്കും നല്ലൊരു മഴ കഴിഞ്ഞിട്ടിരിക്കുക. ആ ചെറുതായിട്ട്, ആ കുഴപ്പമില്ല. കഴിഞ്ഞെന്ന് വെച്ചാൽ പെയ്തു. ശകലം കുറച്ചു നേരം ഉള്ളായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് മഴയില്ലായിരുന്നു. ഇപ്പോഴാണ് പെയ്തപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ എടുത്ത് നല്ല മഴയായിരുന്നു. കഴിച്ചു. പിന്നെ മറ്റേ ഇച്ചിരി കുറവായിരുന്നേ. ഇന്ന് നേരത്തെ എങ്ങനെയായിരുന്നു ഇട്ടോണ്ടിരുന്നത്? 2 ദിവസം മുമ്പ് വരെ, കുറച്ച് ദിവസം മുമ്പ് വരെ. ഇപ്പോൾ പക്ഷെ 2 ദിവസം കൂടുമ്പോഴായിരുന്നു, 2 ദിവസം കഴിഞ്ഞായിരുന്നേ. അത് വേറെ കിടപ്പുണ്ടായിരുന്നോണ്ടേ വീഡിയോയെ. അതാണ് എനിക്ക് സൗകര്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും തലേ ദിവസം ചെയ്യേണ്ടി വന്ന എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേനും താമസിച്ചു പോകും രാവിലെ വീഡിയോ ഇടാൻ. അങ്ങനെയാണ് ഈ രാവിലെ ഇടുന്ന വീഡിയോ ഒരു ഉച്ചയൊക്കെ ആകും ചിലപ്പോൾ ചെയ്തെല്ലാം കറക്റ്റ് ചെയ്ത് വരുമ്പോൾ. അടുത്ത ദിവസം ഇടുമ്പോഴേ ചിലപ്പോൾ തീരുകയില്ല. എന്തെങ്കിലും വേറെ എന്തെങ്കിലും പണിയോ പരിപാടിയോ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന
അങ്ങനെ വരും. അപ്പം അത് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ വീഡിയോ ഒരു ദിവസത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇട്ടിട്ട് വെക്കാൻ പറ്റും നേരത്തെ. അങ്ങനെ അതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇട്ടങ്ങ് പോവാ. ഇനിയിപ്പം ചിലപ്പോൾ അതങ്ങ് എന്നേലൊരു ദിവസം എടുക്കാൻ പറ്റാതെ ഇടാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് പിന്നെയും തലേദിവസത്തെ അങ്ങനെ ആകും. അപ്പോൾ പിന്നെ നമ്മളായിട്ട് അങ്ങനെ ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. അതുകൊണ്ട് ഞാൻ ചില ദിവസം ഇടാൻ പറ്റാതൊക്കെ വരും. എന്നോട് ഫോൺ എടുക്കില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എടുത്തു വെച്ചാടി. നിന്റെ കാപ്പി നടത്തുവോ കുടിക്കണം? എനിക്ക് കോള് വന്നായിരുന്നു അരമണിക്കൂർ. അത് പിന്നെ ആക്ഷേപിക്കാൻ എടുക്കാനാണല്ലോ. ഇവിടെ ആർക്കുണ്ട് നീയൊക്കെ എന്നോടൊന്നും പറയാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. നീയും മറ്റവരും വന്നിട്ട് ഓർക്കുന്നില്ല. ഞാൻ പോവല്ല, ഇപ്പഴേ ക്യാമറ പിടിക്കണ്ട. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാ. ഇതുകൊണ്ടകത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാ നീ ഫോൺ എടുത്തോ? അതെ, ഏത് ഫോൺ എടുത്തേക്കുന്നേ? ഞാൻ എല്ലാം തെറ്റിപ്പോലെ. നാരായണി നീ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ? ഞാന ചേച്ചി ഇപ്പം വരും. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാ ഇല്ല. പിന്നെ 4:30 4:30 തീരുന്നേ. അയ്യോ മഴയാണല്ലോ ചേട്ടൻ. പോട്ടണ്ട പക്ഷെ പോണം. ഒരു വലിവൊക്കെ ഉണ്ട്. ഇപ്പം നീ അവിടെ വീട്ടിലൊന്നും അവനൊന്നും ഇല്ലല്ലോ. പിന്നെ നിനക്ക് എന്നാ കാണിക്കാൻ പോകും? നാളെ രാവിലെ അങ്ങ് പോകാം. വണ്ടി രാവിലെ കിട്ടുവോളെന്ന് പറ. കുറച്ച് അപ്പൊ ഉണ്ണിക്ക് വണ്ടിയും കൊണ്ട് പോവുകയും ചെയ്യാം വീട്ടിൽ. ഞാൻ എൻ്റെ ഫോൺ ആര് പോയപ്പോ ഫോട്ടോ കൊടുത്തേ. അവരുടെ ഓട്ടാണോ? നിങ്ങളുടെ സ്റ്റുഡിയോ ഞാൻ 799 ഒരാളെ പാന്റ് 299 സ്റ്റുഡിയോയിന് തൃക്കാപ്പുരം. ഞാൻ അവിടെ മോളും പറഞ്ഞത് വെറുതെ പൈസ മുടക്കിയതൊക്കെ മേടിച്ചിട്ട് ഇനി ഇത്രയും ഭാഗം വരുമോ? നിങ്ങള് അജി വരുമ്പോഴത്തേക്കിനും വരുമോ? അജി വരുമ്പോഴത്തേക്കിനും വരുമോ? ഞങ്ങളെങ്ങനെ വരാനാ? എല്ലാവരും കൂടെ ശ്യാമളമ്മ ഇവിടത്തുമില്ല. എവിടെയെങ്കിലും പോയാൽ ഭയങ്കര അലമ്പാ. സീരിയസ്. കഴിഞ്ഞ ദിവസം ജയ മാത്രം പോയിട്ട് തന്നെ അടിയായിരുന്നു അവിടെ. കുമ്പനാട് പോയിട്ട് തിരിച്ചു വരുന്നത് ഞാൻ പറഞ്ഞു. എല്ലാവരും കൂടെ അങ്ങ് പറഞ്ഞെങ്കിൽ ശാംഭവി വലിയ പാടാ. ഒരിടയ്ക്ക് സ്ഥിരം വരുമായിരുന്നു ഇവിടെ. ഇപ്പൊ കാണാനേ ഇല്ല. കണ്ടിട്ട് നിന്റെ പേടിയെന്നല്ല, അവർക്കറിയാം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം. അതാണ് മെയിനായിട്ടുള്ളത്. ശ്രദ്ധിക്കാതിരിക്കുന്നതും അവർക്കറിയാം. അങ്ങനെ നമ്മൾ
ഇപ്പൊ കണ്ടോ ഇത്ര മഴ പെയ്തിട്ടും വെള്ളമില്ല. പൊട്ടാനൊന്നും ഇല്ലായിരിക്കുമല്ലേ? ഓ പൊട്ടാനൊക്കെ കാണും, പക്ഷെ ഇത് ചെറിയ ഇതുപോലത്തെ മഴയ്ക്കൊന്നും പൊട്ടത്തൊന്നുമില്ല. ഭാരതത്തിലോട്ട് കയറുന്നതിന് മുമ്പ് ഇതൊരു വിട്ടാ മതി. എന്നിട്ട് നീ അതിലങ്ങ് പോകും. ഇങ്ങോട്ട് വരട്ടെ? ബൈ. വരണോ? എങ്ങോട്ട് വരും? അജി വരുമ്പോ നോക്കട്ടെ. ചാമളമ്മ ഓക്കെ ആണെങ്കിൽ വരാം. ഓ അനമ്മ പോയി, വീട്ടിൽ പോയി. അയ്യോ അറിയത്തില്ല. ഓ കടയില് മീനൊന്നും മേടിക്കാൻ പറ്റുമല്ലോ ഇവിടെ? മീനൊക്കെ മൂടിഞ്ഞ വരെ. കപ്പ കിട്ടോ? is affected by light, pollution, carbon dioxide.